നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ദേവിയുടെ അടുത്ത് വന്നപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഒരു വീഡിയോ പിടിച്ചേക്കാന്ന് ചോദിച്ചു. കാരണം ഇത് ചിദംബരം ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മുടെ കാളിദേവിയുടെ ഒരു പ്രതിമ, ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് നിന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളതിൻ്റെ ഒരു അനുഗ്രഹം മേടിക്കുക, എനർജി ഫീൽ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രതിമയുടെ ഒരു പവർ, ചൈതന്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് പൂജാ സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രതിമയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ അതൊന്നും വേണ്ട. നാച്ചുറലായിട്ട് ഈ പ്രതിമയോട് ഇരിക്കുമ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ ആർക്കും, ഒരു കൊച്ചുകുട്ടിക്ക് വരെ ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെയാണ് തമിഴ്നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠാ സംവിധാനങ്ങൾ. ഇവിടെ ഒരു സ്വയംഭൂ അല്ലെങ്കിൽ ഒരു പ്രതിമ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്നതായ ഓട്ടോമാറ്റിക്കലി അതിന് പവർ ഉണ്ട്. നമ്മളുടെ പോലെ അവിടെ ഒരുപാട് പൂജാ സംവിധാനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് കാണാം, ഇതൊരു മഹിഷാസുര അടിയിൽ കിടക്കുന്നത്. ആ മഹിഷാസുര മർദിനി ആയിട്ടുള്ള ഒരു ദേവതയാണ്, കാളി രൂപമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവതയാണ് കാളി. നിങ്ങൾക്കറിയാം, ഞാനൊരു കാളി ഭക്തനാണ്. കാളിയുടെ ഒരു ഉപാസന ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഉപാസന മീൻസ് നമ്മൾ കാളിദേവി എൻ്റെ കൂടെ സാന്നിധ്യം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷമാണ് ഉണ്ടാകുക. അത് ആ ദേവിയുടെ അനുഗ്രഹം അതിൽ ഈ നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തട്ടെ, കാണുന്ന എല്ലാവരിലേക്കും.